ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്കുയരും നാൾ വരുമല്ലോ. വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം വന്നിടും കാന്തന്റെ മുഖം കാൺമാൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മോടുകൂടി വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ ദൈവം. പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യന് ദൈവത്തോടൊപ്പം ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ദൈവം മനുഷ്യനോടുകൂടി നടപ്പാൻ എല്ലാ ദിവസവും ഏദൻ തോട്ടത്തിൽ വരുമായിരുന്നു. പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായതോടെ ദൈവമായിട്ടുള്ള മനുഷ്യൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. തുടർന്ന് ദൈവം നമ്മോടുകൂടെ നടക്കുവാൻ ചിലരെ തിരഞ്ഞെടുത്തുവെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഹനോക്ക് ദൈവത്തോടു കൂടി നടന്നു. ഉൽപ്പത്തി 5:21 മുതൽ 24 വരെ 365 വർഷത്തെ തൻ്റെ ജീവിതത്തിനിടയിൽ 300 വർഷവും ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അതായത് ഈ ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ 82% ദൈവത്തോടുകൂടി ഹനോക്ക് ചിലവഴിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നത്. നടക്കുക മാത്രമല്ല, മനുഷ്യരോടൊപ്പം വസിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയും അതിനായൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുന്നതിന് മോശയോട് കൽപ്പിക്കുകയും ചെയ്തു എന്ന് പുറപ്പാട് 25:8 വായിക്കുന്നു. ഇവിടെ പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവപ്രകാരം നിർമ്മിച്ച സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചുവെന്നും മോശ സമാഗമന കൂടാരത്തിൽ വെച്ച് ദൈവവുമായി സംസാരിച്ചുവെന്നും ജനം തങ്ങളുടെ കൂടാരവാതുക്കൽ നിന്നുകൊണ്ട് സമാഗമന കൂടാരവാതുക്കൽ നിന്ന മേഘസ്തംഭത്തെ നമസ്കരിച്ചുവെന്നും പുറപ്പാട് 33:7 മുതൽ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിൽ ഇസ്രായേൽ ജനം സ്ഥിരതാമസം ആക്കിയപ്പോൾ ശലോമൻ രാജാവ് ദൈവത്തിനായി ഒരാലയം പണിതു. ആലയ പ്രതിഷ്ഠയിൽ ശലോമോൻ ദൈവസന്നിധിയിൽ അർപ്പിച്ച പ്രാർത്ഥനയാണ് 2 ദിനവൃത്താന്തം 6-ാം അധ്യായം. പ്രാർത്ഥനയെ തുടർന്ന് യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. 2 ദിനവൃത്താന്തം 7:1. ആ രാത്രിയിൽ ദൈവം ശലോമോന് പ്രത്യക്ഷനായി ഒരു വാഗ്ദത്തം നൽകി. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. 2 ദിനവൃത്താന്തം 7:12 മുതൽ 16 വരെ. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം എല്ലായ്പ്പോഴും മനുഷ്യരോടുകൂടി വസിക്കുകയും പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുകയും ചെയ്യുന്നു എന്നാണ്. പുതിയ നിയമത്തിൽ മനുഷ്യനോടുകൂടി വസിപ്പാൻ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുന്നത്. മത്തായി 1:22 നാം വായിക്കുന്നത്, ദൈവം ഇമ്മാനുവേലായി നമ്മോടുകൂടി വസിക്കുന്നു എന്നാണ്. കർത്താവ് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. മത്തായി 18:20. ഈ വാഗ്ദത്ത പ്രകാരം നമ്മുടെ ജീവിത പ്രതിസന്ധികളിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. മത്തായി 28:20. യോഹന്നാൻ 14:18 കർത്താവിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. സ്വർഗാരോഹണത്തെ തുടർന്ന് വാഗ്ദത്ത പ്രകാരം നമ്മോടുകൂടി ഇരിപ്പാനായി പരിശുദ്ധാത്മാവിനെ നൽകി. ത്രിത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവിനെ താൻ നൽകിയത് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുവാനായിട്ടാണ്. യോഹന്നാൻ 14:16 മുതൽ 13 വാക്യങ്ങളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നത് ദൈവം നമ്മോടുകൂടി എന്ന വാഗ്ദത്തം നൽകിക്കൊണ്ടാണ്. വെളിപ്പാട് 21:3 ഇങ്ങനെ നാം വായിക്കുന്നു, ഇതാ
മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടി വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ വസിക്കും. അതെ, സദാകാലവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കുന്ന ദൈവം ഓരോ ആഗമന കാലത്തും നമ്മോടുകൂടി വസിപ്പാൻ ഇമ്മാനുവേലായി ബേത്ലഹേമിൽ ജാതം ചെയ്ത ക്രിസ്തുവിനെയാണ് നാം ധ്യാനിക്കുന്നത്. ദൈവം ഇമ്മാനുവേലായി നമ്മോടുകൂടി വസിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മിലുള്ള സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ പുത്രന്മാരാക്കി തീർക്കുന്നതിനാണ് അവൻ മനുഷ്യനായി അവതരിച്ചത്. യോസഫിനെ രാത്രിയിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത്, മറിയ പ്രസവിക്കുന്ന മകൻ, അതായത് യേശു, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന്. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അവൻ ക്രൂശിൽ തൻ്റെ ജീവനെ നൽകിയത്. ക്രൂശിൽ ഒഴുക്കിയ രക്തമാണ് നമ്മുടെ പാപത്തെ കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രിസ്മസിൻ്റെ ആഘോഷ തിമിർപ്പിലാണ് എല്ലാവരും. എന്നാൽ ക്രിസ്മസ് വെറും ഒരു ആഘോഷമായി മാത്രം മാറരുത്. അതിനപ്പുറമായി നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവിൽ കൂടി നമുക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവവുമായി അതിനെ ആഘോഷിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവേ, ഇമ്മാനുവേലായി എന്നോടുകൂടി പാർത്ത, എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന വീണ്ടെടുപ്പിന് സ്നേഹത്തിനായി സ്തോത്രം. ആമേൻ. അവർ തന്റെ ജനം താൻ അവരോടുകൂടെ വസിക്കും. കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി തീണ്ടുകില്ല. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ, സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ.